ഇനിയുള്ള നിന്റെ ജീവിതം എവിടാ? ഇതിനകത്ത് ഇനി നിന്നെ രക്ഷിക്കാൻ ആരും പറ്റില്ല. പെറ്റ തള്ള ഒഴിവാക്കിയിട്ടും വളർത്താനെടുത്തവരെ തള്ളിക്കളഞ്ഞിട്ടും നിങ്ങളൊക്കെ ഇത്ര ഇടിച്ചിട്ടും എൻ്റെ തടി ബാക്കി നിന്നില്ലേ സാറേ? ആരുമില്ലാത്തവർക്കൊരാളുണ്ട്, എല്ലാം കണ്ടുകൊണ്ട് കാവലിരിക്കുന്ന ഒരാൾ. ഇല്ലെങ്കിൽ ഞാനൊന്നും ഇത്രയും കാലം ജീവിക്കില്ല സാറേ. വധക്കേസിലെ പ്രതി അജയനെ ഇന്ന് കോട്ടയം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി അവരെ വെട്ടിക്കൊല്ലുകയായിരുന്നു ഇന്ന് പോലീസ് പറഞ്ഞു. കൊലപാതക കേസ് വരുന്നതായി ആരോപിച്ച് നാട്ടുകാർ മാസങ്ങളായി നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ഹന്ന. ഗുഡ് മോർണിംഗ്. ഹായ് ഹന്ന വക്കീൽ, ഹാപ്പി അല്ലേ? മുട്ടായി. ഹലോ മനോജ് വക്കീൽ, ഹാപ്പി അല്ലേ? മുട്ടായി മുട്ടായി. നീ മുടങ്ങാണ്ട് കോടതിയിൽ ഹാജരുണ്ടല്ലോ, എന്തേലും കിട്ടുണ്ടോടി? ഒരു കമ്മീഷൻ പോലും കിട്ടണില്ലേ ചേച്ചി? ഏയ് ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ വന്നില്ലെങ്കിലേ എപ്പ പിടിച്ച് കെട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി. എന്തായി നിന്റെ BSNL എഞ്ചിനീയറുടെ കാര്യം? ആള് മോഹിച്ച് നടക്കത്തേ ഉള്ളൂ. നീ വീട്ടിലെന്താ പറഞ്ഞത്? അയാൾക്ക് നല്ല കഷണ്ടി ഉണ്ടെന്ന്. എടി നീ ഒന്ന് പ്രാക്ടിക്കലാകും. ഈ ട്യൂഷനും പഠിപ്പിച്ച് കിട്ടുന്ന കാശും കൊണ്ട് വക്കീലാന്ന് പറഞ്ഞ് നടന്ന് മടുത്തില്ല നിനക്ക്? ചെമ്പകമാൾ വധക്കേസിലെ പ്രതി അജയനെ കോട്ടയം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. ആ ചെമ്പകമാൾ കേസിലെ പ്രതിയാ. അത് തുടങ്ങിയോ? ഈ കേസിലെ സന്തോഷ് നാരായണൻ സാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവാന്നാ കേട്ടത്. അതുകൊണ്ടാണ് എന്നോട് ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞത്. സന്തോഷ് സാറ് എന്നെ പറ്റി ചോദിക്കാറുണ്ടോ? പിന്നെ നിന്നെ പറ്റിയല്ലേ? എടി നിന്നെ പോലെ എത്ര എണ്ണം സാറിന്റെ പിന്നാലെ ജൂനിയർ ആവാൻ വേണ്ടി നടക്കണ്ടെന്ന് എനിക്കറിയൂ. പിന്നെ ആ വാശിയും പിടിച്ചിറങ്ങി പോന്ന നിന്നെ പറ്റി ചോദിക്കാൻ. ഒന്ന് പോടി. ഞാൻ ഗുമസ്തപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല സന്നദ്ധ എടുത്തത്. എനിക്ക് അങ്ങനത്തെ ഒരു വക്കീലാവും വേണ്ട. ഇന്നലെ ആ കേസ് അവസാനം ജാമ്യം കിട്ടിയായിരുന്നു. SC കേസ് നമ്പർ 41/17 ചമ്പക അമ്മാൾ വധം. പ്രൈം അക്യൂസ്ഡ് അജയൻ എന്ന അജ്മൽ. ചമ്പകമ്മാൾ കേസല്ലേ? യേശുരാണ്. മാരാനിത് മുഴുവൻ നടത്തോ അതോ ഇട്ടേച്ച് പോവോ? തനിക്കെത്ര വയസ്സായിട്ടോ? എന്താ തൻ്റെ പ്രായം അറിയില്ലേ? ടെസ്റ്റ് റിസൾട്ട്സ് 2-3 കൂടി സബ്മിറ്റ് ചെയ്യാണ്ട് സർ. ഈ വരുന്ന 10-ാം തീയതിക്കകം ശരിയാവും. അപ്പോൾ നമുക്ക് 16-ന് പോസ്റ്റ് ചെയ്യാം, അടുത്ത തേഴ്സ്ഡേ. യെസ് യുവർ ഓണർ. നെക്സ്റ്റ് കേസ് ഞാനല്ല സാർ, എന്നെ വെറുതെ പറഞ്ഞു സാർ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, അത് ചെയ്തിട്ട് പുറത്തുണ്ട് സാറേ. രക്ഷിക്കണേ സാർ.
നീ വിഷമിക്കേണ്ട രാജയ. ഇനി നീ കോടതി ചൊല്ലുമ്പം ജഡ്ജിയാമാനെ ഒരു പരാതി കൊടുക്കും. നിന്നെ നുണപരിശോധനയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. അപ്പം അറിയാലോ നീ പറയണത് നേരാണോ കള്ളാണോ. SC കേസ് നമ്പർ 41/17 അജയൻ എന്ന അജ്മൽ. മാരാര് മുങ്ങിയോ? റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചല്ലേ? യെസ് സർ. ഓക്കെ. സാർ ഞാൻ ചെയ്തിട്ടില്ല സാർ. ഞാനല്ല സാർ അത് ചെയ്തത്. സാർ രക്ഷിക്കണം സാർ. സാർ രക്ഷിക്കണം സാർ. അതെങ്കിൽ വാങ്ങിച്ച ഇയാൾക്ക് വക്കീലില്ലേ? കോടതി വക്കീലിനെ ഏർപ്പാടാക്കി തരണോ? ഈ കേസിലെ പ്രതിയായ അജയൻ എന്ന അജ്മലിന് കോടതിയിലെ തുടർ നടപടികൾക്ക് സഹായമായി അഡ്വക്കേറ്റ് ഹന്ന എലിസബത്തിനെ ലീഗൽ എയ്ഡ് കൗൺസിലായി നിയമിച്ചിരിക്കുന്നു. എന്താ ആ ലീഗൽ എയ്ഡ് കൗൺസിൽ വേണ്ടാന്ന് വെക്കാണോ? എനിക്കൊരു ധൈര്യമില്ല സർ. അതെന്താ? കുറെ കാലം ആയില്ലേ കോടതി കയറി ഇറങ്ങുന്നു. ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. എന്താ പറ്റില്ല എന്നുണ്ടോ? അത് വലിയ കൊലപാതക കേസൊക്കെ അല്ലേ സർ. അതുകൊണ്ട് ഞാൻ എൻ്റെ കോടതിയിൽ തന്നെ പോലെ കൃത്യമായിട്ട് ഹാജരാകുന്ന അഡ്വക്കേറ്റ് വേറെ ഇല്ല. പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള വിചാരം കൊണ്ടാണ് തന്നെ ഇത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ സർ, അയാൾ എന്നെ കൊന്നതെന്ന് കൊല ചെയ്തത് ആരാണെന്നൊക്കെ ട്രയൽ കഴിഞ്ഞല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ഒരു കേസിൽ നീതി നടപ്പാക്കാൻ വേണ്ടി കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ് വക്കീലിൻ്റെ പണി. തനിക്ക് ആ പണി നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് തന്നെ അത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ തന്നോട് സ്പെഷ്യൽ ഫേവറൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ പോക്കോ. സർ, ചെമ്പകമ്മാൾ കേസിൻ്റെ